എന്തിനെങ്ങനെ നോക്കുന്നേ? എടുക്ക്. ശരി, എത്ര വേണ്ടേ? മിനിമം ഒരു 5000 തരേണ്ടത്. അതി കൂടുതൽ തന്നാലും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇത് 5000 രൂപയോ? ഇത് മനഃപൂർവ്വമാണ്. ഇത് മനഃപൂർവ്വമാണെന്നോ പിടിച്ചുപറിയാണെന്നോ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ പേ ചെയ്യാതെ എൻട്രി ചെയ്യാൻ പറ്റൂന്ന് വിചാരിക്കണ്ട. ഞാൻ കാശ് തരാം, അവനെ വിട്ടേക്ക്. ഹലോ, ഞാൻ പറഞ്ഞത് ഒരാൾക്ക് 5000 രൂപ. ഞങ്ങള് 2 പേരില്ലേ? വിക്രാന്ത്, ഇത് വല്ലാത്ത എക്സ്പെൻസീവ് ആയ കാര്യമാ. വാ, നീ എന്റെ കൂടെ കിടന്നോ. വാ ചേട്ടാ, അളിയാ, നിങ്ങക്ക് കാശിന്റെ വില അറിയില്ല. 10,000 രൂപ എന്ന് വെച്ചാ കുട്ടികളിയാണോ? വേദാന്ത് പറഞ്ഞത് കറക്റ്റ്. വന്ന് നീ നമ്മുടെ കൂടെ കിടന്നു. അളിയ, നിങ്ങൾ ഇവരുടെ കൂടെ. നിങ്ങളെല്ലാരും കൂടെ അവനെ എന്തിനാ ഇങ്ങനെ കളിയാക്കുന്നത്? യു ആർ ടു സ്വീറ്റ് മദർ ഇന്ത്യ. ആകെ 5000 കയ്യിലുള്ളൂ. എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും. ഓൺലൈൻ ട്രാൻസ്ഫർ ചെയ്തോ? ഞങ്ങൾക്കത് ഓക്കെയാ. ആദ്യാ വിക്രാന്ത്, ഇങ്ങോട്ട് വാടാ. ചേട്ടാ സൂപ്പർ ആട്ടോ. താങ്ക് യു. ഇതുപിടി, ഇതിനകത്ത് 10000 രൂപയുണ്ട്. വേഗം വഴിന്ന് മാറി. ഒരു ടാസ്ക് കൂടി ഉണ്ട് മോനെ. എന്ത്? ഇനിയും ടാസ്കോ? നിന്റെ ചേട്ടനെ കൊണ്ട് അമൂല്യയെ പറ്റി ഒന്ന് പുകഴ്ത്തി പറ. അപ്പൊ വഴി മാറിത്തരാം. അയ്യോ ഏട്ടത്തി, വേണ്ട. ചേട്ടാ, എന്താ പറയണെന്ന് വെച്ചൊന്ന് ചെയ്തേക്ക്. ഇല്ലെങ്കില് എന്റെ ഇന്നത്തെ ആദ്യ രാത്രി ശിവരാത്രിയായി മാറും. പാവം എന്റെ ആരതി അവിടെ അകത്തന്നെ കാത്തിരിക്കുക. പ്രേമിക്കുന്നവരുടെ മനസ്സിനെ വിഷമിപ്പിക്കരുത്. ആ പാപ്പുവിനെ ജന്മം മുഴുവനുണ്ടാവും. പ്ലീസ് ചേട്ടാ, പ്ലീസ് എന്തെങ്കിലും ഒന്ന് പറയ്. ഷീ ഈസ് ബ്യൂട്ടിഫുൾ. അവളെ പോലൊരു സുന്ദരി കുട്ടിയെ ഞാൻ കണ്ടിട്ടേയില്ല. അവളെ രൂപത്തിന് മാത്രമല്ല, മനസ്സുകൊണ്ടും വളരെ ബ്യൂട്ടിഫുള്ളാണ്. പ്യുവർ സോളാണ് അവള്. അവൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ഫാമിലിയാണ്. ആ കാര്യത്തിൽ ഞാനും അവളും ഒന്നാ. ഇവളെ എവിടെയുണ്ടോ അവിടെ സന്തോഷം. വേദാന്ത്, സമയം ഒരുപാടായി. എല്ലാ കാര്യത്തിനും ഒരു മുഹൂർത്തമുണ്ട്. വിക്കെ പറഞ്ഞേക്ക്. വിക്രാന്ത്, ഓക്കെ, ഇനി നിനക്ക് വേണമെങ്കിൽ അകത്തേക്ക് പോവാം. ആരതിയെ ഞങ്ങള് പുറകെ പറഞ്ഞു വിടാം. എന്താ ആരതി അകത്തില്ലെന്നോ? അപ്പൊ ഈ പൈസ വെറുതെ വാങ്ങിച്ചാളേ. തന്നെ എനിക്കന്നെ. ചേട്ടാ, മദർ ഇന്ത്യ.
എന്താ വിക്കി ഇത്? പൂ പോലെ മനസ്സുള്ളവൾക്ക് പൂവിന്റെ വഴി വരും. ഞാൻ ഈ ഒരു രാത്രിക്ക് വേണ്ടി എത്ര സ്വപ്നം കണ്ടാന്നറിയോ? ഇത്രയും കാത്തിരുന്നു. ഇനി എന്നെ കൊണ്ട് പറ്റില്ല. നീ ചിരിക്കുമ്പോഴും കോപത്തോടെ ഇരിക്കുമ്പോഴും നാണിച്ചാലും ഭംഗിയാ. എനിക്ക് നീ ഒരു വിശ്വസുന്ദരി പോലെയാ. അല്ലല്ല, ജഗസുന്ദരിയാ. രണ്ടും ഒന്ന് തന്നെ. ആണല്ലേ? സോറി, ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആയിപ്പോയി. ഇരിക്കേ. എങ്ങനെയുണ്ട് ഡെക്കറേഷൻ? എല്ലാം നമ്മുടെ വീട്ടുകാരാണ് ചെയ്തതാ. അവര് നമ്മുടെ ഫസ്റ്റ് നൈറ്റിന് എന്തോ എക്സൈറ്റഡ് ആണെന്ന് നോക്കിയാ. അത് പിന്നെ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിനെ കുറിച്ച്, നമ്മുടെ പ്രണയത്തിനെ കുറിച്ച്, പിന്നെ എനിക്ക് മനസ്സിലായി. എന്താ വിക്കി ഇത്? നന്നായിട്ടുണ്ട്. ഞാൻ കിടക്കാൻ പോവാ. അമൂല്യ, നിനക്ക് നല്ല ക്ഷീണം കാണും. പോയി കിടന്നുറങ്ങ. ചെല്ലേ. പോയി കിടന്നുറങ്ങാൻ നോക്ക്. വെറുതെ ഉറക്കം കളയണ്ട. അതെ, അമ്മയും മുത്തശ്ശിയും പറയുന്ന കേട്ട് പുറകെ പോകാൻ കാണോ? ഇന്ന് ഇവിടെ ആരും ഉറങ്ങാൻ പോകുന്നില്ല. വിക്കി ചേട്ടന്റെ റൂമിൽ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന കൊണ്ടാണോ? പിന്നല്ലാതെ. നിങ്ങൾ എന്താ ചെയ്തത്? ഒരുപാടൊന്നും ചെയ്തിട്ടില്ല. സിമ്പിൾ ആയിട്ടുള്ള ഡിസ്റ്റർബൻസ് മാത്രം. സത്യം പറയുവാണെങ്കിൽ പടക്കം പൊട്ടിക്കുന്ന കാര്യം അവസാനം ഓർമ്മ വന്നത്. ഇല്ലായിരുന്നെങ്കിൽ റൂമിന്റെ ഉള്ളില് ഓലപ്പടക്കവും മാലപ്പടക്കവും ഒക്കെ വെച്ച് കത്തിച്ച് ചേട്ടനെ റൂമിൽ നിന്ന് ഓടിച്ചേനെ. നോൺസെൻസ്. ഇത്ര വലുതായിട്ട് അവളുടെ കുട്ടിക്കളി മാറാത്ത നോക്കി സിദ്ധാർത്ഥ്. ഞാൻ ഇപ്പൊ തന്നെ വിക്കിയോട് പറയാൻ പോവാ. നോ യൂസ് വേദാന്ത്. ആദ്യ രാത്രിയിൽ ഇങ്ങനെ പണി കൊടുക്കുന്ന ഒരു ചടങ്ങായി മാറിക്കൊണ്ടിരിക്കുക. നീ പോയി പറഞ്ഞാലും വലിയ വ്യത്യാസം ഉണ്ടാവില്ല. പിന്നെന്താ ഞാൻ ചെയ്യേണ്ടത്? കാരണം പ്ലാൻ ചെയ്തിരിക്കുന്ന ഞങ്ങളാ. അവിടെ എന്താണോ ചെയ്തിരിക്കുന്നേ അതൊന്നും മാറ്റാനായിട്ട് നിങ്ങളെ കൊണ്ട് എന്തായാലും പറ്റില്ല.
വിക്കി ചേട്ടൻ ഇതൊക്കെ അനുഭവിച്ചേ മതിയാവൂ. അത്രത്തോളം ബ്രില്യൻ പ്ലാൻസാ ഞങ്ങളുടെ. ആർ യു സീരിയസ്? നിങ്ങൾ എന്തൊക്കെയാ കാട്ടി വെച്ചേക്കുന്നത്? ഞങ്ങൾ ചെയ്ത ചില പ്ലാനുകൾ പറയാം. അത് ഫ്രണ്ട് സർക്കിളിൽ ചെയ്ത കാര്യ. ജനൽ വഴി വാട്ടർ സ്പ്രേ ചെയ്യുന്നത്, ബെല്ല് ഫിക്സ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് പോയി ബെല്ലടിക്കുന്നത്, സെപ്പറേറ്റ് ഒരു ലൈൻ വലിച്ച് ലൈറ്റ് ഓൺ ഓഫും ചെയ്യുന്നത്, മ്യൂസിക് സിസ്റ്റം ഓൺ ആകുമ്പോഴേക്കും നല്ല സൗണ്ട് കൂട്ടി വെക്കണം, ബെഡ് മുഴുവൻ തെർമോകോളിന്റെ പൊടിയിട്ട് നശിപ്പിക്കണം, വാട്ടർ ബലൂൺസ് ബെഡിന്റെ മുകളിലിടണം. ഒന്ന് വേണോ രണ്ട് വേണോ? ഇനിയും ഒരുപാട് പ്ലാൻ ഉണ്ട് ചേട്ടാ. ചുരുക്കി പറഞ്ഞ പുതിയ ജോഡികളെ എങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതാ ഉദ്ദേശം. അപ്പൊ വിക്കിയുടെ ഫസ്റ്റ് നൈറ്റ് തീരുമാനമായല്ലേ? ആരതി കൊച്ചേ, എന്താ വിക്കി? ആരതി കൊച്ചേ, എന്താ വിക്കി? എന്റെ കൂടെ എന്റെ ഭാര്യയായിട്ട് നീ ഇരിക്കുക എന്നുള്ളത് ഐ ജസ്റ്റ് കാൻ ബിലീവ് ഇറ്റ്. ഒരു മിനിറ്റ്. പിടിക്ക്. എന്താ ഇത്? ഞാനിവിടെ വെയിറ്റ് ചെയ്യാം, നീ പോയിട്ട് അതിട്ടിട്ട് വാ. പഠിച്ച കള്ളികളാ നിങ്ങൾ രണ്ടും. ഇന്നിങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താലും ഒരുമിച്ച് ചെയ്യായിരുന്നുള്ളൂ. അവനില്ലാതെ നീ ഇതൊക്കെ ചെയ്തെങ്കിൽ, അവനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നീ എന്തൊക്കെ ചെയ്യുമായിരുന്നു? ചുരുക്കത്തിൽ പറഞ്ഞ എല്ലാവരുടെയും ഉറക്കം കെടുത്താനുള്ള പരിപാടിയാണ് നിങ്ങളുടെ. നോക്കുമോളെ, നമുക്ക് ഉറങ്ങണ്ടേ? ടൈമായില്ലേ? ഇനിയും വിക്കി ചേട്ടന്റെ റൂമിൽ നിന്ന് സൗണ്ട് ഒന്നും കേട്ടിട്ടില്ല. അപ്പോഴാ നിങ്ങള്. നല്ല ബോറാവുന്നുണ്ട് ആദ്യ. എനിക്ക് ഉറക്കം വരുന്നുണ്ട്. നിങ്ങക്ക് എന്താ പിന്നെ ബോറല്ലാത്തെ? ട്രൂത്ത് ആൻഡ് ഡെയർ കളിച്ചാലോ? കൊച്ചുകുട്ടികളൊക്കെ സ്നേഹിച്ച് കല്യാണം കഴിച്ചാ മറ്റൊരാളുടെ ഫസ്റ്റ് നൈറ്റ് ദിവസം ഇങ്ങനെ ട്രൂത്ത് ഓർ ഡയർ കളിക്കേണ്ടി വരും. എന്താ പറഞ്ഞ? ഒന്നുമില്ല, നിന്റെ അടുത്ത് എപ്പോഴും എന്തെങ്കിലും പ്ലാൻ കാണും. അത് സൂപ്പർ ആവുന്നും പറഞ്ഞ. ഇങ്ങനത്തെ ഗെയിമിനൊന്നും ഞാൻ വരില്ല. കളിയിൽ അങ്ങനെ സില്ലി സീരിയസ് അങ്ങനെയൊന്നുമില്ല. കളിച്ച കുഴപ്പമില്ല. ആബ്സല്യൂട്ട്ലി നോ വേ. സാധിക്കില്ല. ഞാൻ കളിക്കില്ല എന്ന് പറഞ്ഞാൽ കളിക്കില്ല. ഏയ്, ഏയ്. അമ്മോ, പെട്ടെന്ന് കഴിക്കാൻ വാ. എല്ലാം പെട്ടെന്ന് എടുക്ക്. ദാ
ആരതി, എവിടാ നീയുള്ളേ? നീയല്ലേ വിളമ്പേണ്ടത്? കാണാനില്ലല്ലോ നിന്നെ. വിളിച്ചത് കേട്ടില്ല നീയെ? സമാധാനായിട്ടിരിക്കും പ്രമി. എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെയാ. ശീലമല്ലേ, മനസ്സിൽ നിന്ന് മാറാൻ സമയമെടുക്കും. നിനക്ക് ഇപ്പോഴത്തെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ ഒരുപാട് സമയമെടുക്കും. ഞാനൊന്നുണ്ടല്ലോ, ഷർട്ട് അയൺ ചെയ്യാൻ ആരതിയെ വിളിക്കാൻ പോയപ്പോ പെട്ടെന്നാണ് അവള് വീട്ടിലില്ലെന്നുള്ള കാര്യം ഓർത്തത്. അതൊക്കെ ശരിയാ. പക്ഷെ ഇപ്പോ അമ്മ ഇവിടെ ഇല്ലല്ലോ. കുറച്ചുകൂടെ കഴിഞ്ഞ അതിഥി അഞ്ചും ഒക്കെ ഇവിടുന്ന് പോവും. ഒടുക്കം നമ്മള് രണ്ടുപേരും മാത്രമേ കാണൂ. അതെല്ലാം അനിവാര്യമാണ് പ്രമി. പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് അങ്ങനെ ഒരു ദിവസം തീർച്ചയായിട്ടും വരും. നമുക്ക് 4 പെൺമക്കളാ. വീടൊരു ഉത്സവം പോലെയല്ലേ. അവരല്ലേ നമ്മുടെ ആഘോഷം തന്നെ. ഇത്രയും കാലം അവരെ കൊണ്ടു നടന്നത് സുന്ദരമായി അലങ്കരിച്ച രഥത്തിലല്ലായിരുന്നു. ദിവസം ചെല്ലുന്തോറും ഉത്സവത്തിന്റെ ആവേശം നിങ്ങൾ സംസാരിച്ച കേട്ട് അമ്മ അഞ്ജുവിന് വേണ്ടി ഉണ്ടാക്കിയ മോരും വെള്ളവും മുളകും എടുക്കാൻ ഞാൻ മറന്നുപോയി. ഞാൻ ഇപ്പൊ കൊണ്ടുവരാവേ. വേണ്ട എനിക്ക്. അതെന്താ വേണ്ടാതെ? നിനക്ക് വേണ്ടി ഉണ്ടാക്കിയ. വേണ്ടെന്ന് വെച്ചാ വേണ്ട. മോരും വെള്ളമൊന്നും വേണ്ട, ഒരു ഭക്ഷണവും വേണ്ട. നീ ആരതി ചേച്ചിയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടല്ലേ മോളെ? അതെ അച്ഛാ. മോരും മുളകും ചേർത്ത് എനിക്ക് ഇഷ്ടമുള്ള പോലെ തൈരും ചോറും ഉണ്ടാക്കി തരുമായിരുന്നു ആരതി ചേച്ചി. അവൾക്ക് മാത്രമേ അതറിയൂ. അത്രയല്ലേ ഉള്ളൂ. നിന്റെ ചേച്ചി എങ്ങനെയാണ് നിനക്കുണ്ടാക്കി തരുന്നതെന്ന് പറയും, ഞാനും അതുപോലെ ചെയ്തു തരാം. അത് വേണ്ട. എന്നാ ശരി, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. എന്താ? ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ നിലാവെളിച്ചത്തിൽ ഇന്ന് ഭക്ഷണം കഴിക്കാം. ഞാൻ എല്ലാവർക്കും ഉരുട്ടിത്തരാം. വെറുതെ ഉരുട്ടിത്തരുന്നല്ല, തൈര് ചോറ് അതിനകത്ത് നന്നായിട്ട് ഇളക്കി ഞാൻ എല്ലാവർക്കും തരാം. പക്ഷേ ഒരു കാര്യം മാത്രം, വിഷമിച്ചിരിക്കുന്നവർക്കേ ഞാൻ തരത്തൊന്നുമില്ല. വേണ്ട വേണ്ട വേണ്ട.